വാട്സപ്പ് ഗൈസ്, മൈ നെയിം ഇസ് റോഡി. നമ്മളാണ് ചെയ്യാൻ പോകുന്ന റോക്കറ്റ് ബിൽഡ് ചെയ്യാൻ നമുക്കിനി ലെറ്റ്സ് സമയം നോക്കേണ്ട നെഗ് ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പോയി കളിക്കണമെങ്കിൽ മോഡ്സും ഉണ്ട് ഇതിൽ. മൈ വേൾഡ് ഓക്കെ ബ്രോ, ഓക്കെ ക്രിയേറ്റ് വേൾഡ് പ്ലേ. ഇത്രയും ജോലി PC വഴിയുണ്ട്. ബിൽഡ് ന്യൂ റോക്കറ്റ് ലോഡിങ് ആവുന്നുണ്ട്. ഇതിൽ ഫ്യൂവൽ ബോക്സ് ആണ്. നമുക്കിത് ഇവിടെ വെക്കാം. ഒത്തുകൊണ്ട് കളിക്കാതെ ഒരു കുഞ്ഞ് റോക്കറ്റ് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ഇവിടെ ഇതല്ലോ ഒരു സൈസാ. അയ്യോ, ചിങ്ങത്തെ അടിയിൽ വെക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഫുൾ ടാങ്ക് അടിക്കാം. ഫുൾ ടാങ്ക് ആയിട്ട് ഈ സാധനം വെക്കണം. എന്നിട്ട് പിന്നെ റിങ് ഇത് രണ്ടും ഒന്ന്, എന്നിട്ട് കുഴല്, എന്നിട്ട് ഇപ്പം എന്തോ സാധനമൊക്കെ അറിയില്ല ആക്ക്, ഈ പേരറിയാത്തൊരു സാധനം. ഡൺ. പിന്നെന്താ എൻജിൻ വെച്ചില്ല. ഇവിടെ വേറെ എൻജിൻ കിട്ടുമോ? വേറെ വെറൈറ്റി എൻജിൻ കിട്ടുമോ? ഇവിടെ വേറെ എൻജിനൊന്നും ഇല്ലേ? ഇത് വേണ്ട. ഇതെന്താ ഐറ്റം? ഓക്കെ, ഇവിടെ എൻജിൻ വെച്ചു. നമുക്ക് ഇവിടെ വെച്ച്, ഇവിടെ ഒരെണ്ണം വെച്ച്, ഇതിവിടെ ഒന്ന്, ഇവിടെ അയ്യോ നീളം കൂടിയ ടാങ്ക് എടുക്കുക. ഇവിടെ ഒന്ന്. നല്ല വെയിറ്റിലെ റോക്കറ്റ് ആകാൻ പോകുന്നത് തോന്നുന്നത്. ഒന്നും കൂടി ഇതൊന്നും സാധനമോ കുറച്ച് ഇങ്ങോട്ട് ഇതിനൊക്കെ പോവോ? പോകാൻ പറ്റില്ലേ? കിട്ടൺ. നമുക്ക് ഇവിടെ എൻജിൻ വെക്കാം. നമുക്കിനി വിടാം. ലോഞ്ച് ചെയ്യാം. ലോഞ്ച് ഇവിടെ ഇതിൽ ഫ്യൂവല് കുറവാണ്. ടേൺ ഓൺ റോക്കറ്റ്. പറപ്പിക്കൽ എങ്ങനെയാ? ഹൗ ടു ഫ്ലൈ ദാറ്റ്? ഓ, ബൂസ്റ്റ് ഇത്. ഓക്കെ, ശരിയാണല്ലോ. ഓക്കെ, ഒന്നും പറക്കാത്തത് ഇങ്ങനെ പറപ്പിക്കണ്ടേ? ഓ എൻജിൻ ഓണാക്കണം. അല്ലേ? അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇത് പെട്രോൾ അടിയാ. ഇവിടെ ഫ്യൂവലല്ല, അത് ബൂസ്റ്റാണ്. യെസ്, 1000 മീറ്ററായി. സൈഡ് കാണുന്നുണ്ട്. ഏറ്റവും ഫ്യൂവൽ പോകുന്ന പോക്ക് നോക്കറോ. -ഡിഗ്രി. ഓക്കെ, ഫ്യൂവൽ തീർന്ന്. സ്പേസിലെത്തിയില്ല നമ്മൾ. 10 കിലോമീറ്റർ താഴേക്ക് വരിക. മൈനസ് ആവുന്നുണ്ട്. വളച്ചെടുക്കട്ടെ. വളക്കാല സ്പീഡ് സ്മൂത്തായിട്ട് പോകാൻ പറഞ്ഞു. അവിടെ 15 km/h നമ്മൾ ഹവറിൽ താഴേക്ക് പോകുന്നു.
ഞാൻ ഓവർ ബൂസ്റ്റ് ഇട്ടിട്ടാണ് പെട്രോൾ കഴിഞ്ഞ്. താഴേക്ക് പോകുന്നുണ്ട് ഇത്. ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് മാപ്പ് സ്പീഡ് പോകുന്ന ഇപ്പം തീരും. ലോഞ്ചിങ് പാഡ് ഇങ്ങോട്ടല്ലേ, ആ ഹെയറോ മാർക്ക് കാണിക്കുന്നവർക്ക് ലാൻഡാ. ഓക്കെ, നമ്മൾ താഴേക്ക് ഇപ്പോൾ ലാൻഡ് ആവും. ടേൺ ഓൺ എൻജിൻ ഓഫാക്കി. കിടൻ താഴേക്ക് വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഒരു റീപ്ലേ ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ആളെ മൈനസ് ആവുന്നു. ഷിറ്റ്, റോക്കറ്റ് ആവാൻ തുടങ്ങി. നാളെ മൈനസ് ആവുന്നു. എഞ്ചിൻ ഓണാക്കുക, എന്നിട്ട് ബൂസ്റ്റ് ഇട്ട് ടെമ്പറേച്ചർ കൂടുന്നു. നോക്കറ ഇപ്പം പൊട്ടിത്തെറിക്കും. ഫുള്ള് കത്തുന്ന എഞ്ചിൻ. ഷീഷ് ബ്രോ, നിർത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്രാഷ് ആവുന്നതായിരിക്കും. 2 മിനിറ്റും കൂടി ആയിട്ട് ക്രാഷ് ആവാൻ. വെള്ളത്തിൽ വീണ് ചത്ത്. ക്ലോസ്. 1 more യൂസ് ആണ്. ഓക്കെ, നമുക്ക് ചെയ്യേണ്ടത് പിന്നെ പെട്രോൾ ടാങ്ക്സ് വെക്കണം. കഴിഞ്ഞ് നമുക്ക് താഴോട്ട് എൻജിൻ കൊണ്ടുപോകാം. ഇത് ഒന്നും കൂടെ അല്ല. നമുക്ക് പുതിയതൊന്നാക്കാം കേട്ടോ. വിട്ടുപോ. ഇതൊക്കെ ബ്ലൂ പ്രിൻ്റ് എടുത്ത് മാറ്റി ഞാൻ ചെയ്യാൻ കഴിയുന്നേക്കാം. നമുക്കൊരു വലിയ റോക്കറ്റ് ഉണ്ടാക്കാം. ഒരുപാട് എൻജിൻസ് വെക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് ഒരു സൈഡ് എല്ലാ എൻജിനും വെക്കാൻ കഴിയുമെങ്കിൽ അവിടെ ഏത് ഐറ്റം ഇത് യൂസേഴ്സ് കഴിക്കണം ആദ്യം. നമുക്ക് ഇല്ല ടാങ്ക്സ് മാത്രം യൂസ് ചെയ്യാം. ഫുള്ള് ഫിൽ. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ബ്ലൂ പ്രിൻ്റ് കൊണ്ടുപോകാൻ കഴിയും. ഹീറ്റ് റെസിസ്റ്റൻസ് ഒക്കെ ആദ്യം ഹീറ്റ് റെസിസ്റ്റർ വെച്ച് ഫിറ്റ് ചെയ്തു. എന്നിട്ട് അതിങ്ങനെയല്ല, ഇതിങ്ങനെ ഫിറ്റ് ചെയ്യണ്ടേ. റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാവുന്നു ഫിക്സ് ചെയ്തു. ഇത് ഫിറ്റായി. ഈ സാധനം ഇതിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ട് ഇത് മാറ്റിയേ. ഇങ്ങനെ മതി. ഇങ്ങനെ വെച്ച് നോക്കാടാ. ക്രാഷ് ആവാൻ നോക്കാടാ. ഇത് ഫിസിക്സ് ഉണ്ടോ തന്നെ. ഇങ്ങനത്തെ ഒരു റോക്കറ്റിന് മുമ്പിൽ വെച്ചാൽ എന്തെങ്കിലും ക്രാഷ് ആവും. അവിടെ അവിടെ ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ട്. എത്ര അതിനും നമുക്കറിയില്ലായിരുന്നു. അവിടെ അതിൽ യൂട്ടിലിറ്റി ഉണ്ട്. എനിക്കിത് മാറ്റി എയറോ ഇത് കൺട്രോളോ. ഇത് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനം. എനിക്കതിൽ ഇത് മെയിനാണ്. കൂത്തറ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇവിടുന്ന് പെട്രോൾ ടാങ്ക്സ് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അടുത്ത ഇതിന് വേണ്ടി നമുക്ക് ഇതിന് എല്ലാ എഞ്ചിനും ഒരുമിച്ച് വരുന്ന വീട്ടിൽ വെക്കാം. നമുക്ക് നോൺ
സ്പീഡിനെക്കാട്ടി പകുതി മടങ്ങ് സ്പീഡ്, അതിനെക്കാട്ടി സ്പീഡിൽ പോകുന്നതിൽ റോക്കറ്റ് ആക്കാം നമുക്ക്. ഓക്കെ 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 ഇതൊന്നാണ് ലാൻഡിങ്. നമുക്ക് ഇതൊന്നും ഇവിടെ വെക്കാമെന്നൊക്കെ തോന്നുന്നു. കാരണം പക്ഷെ അഥവാ അത് ക്രാഷ് ആവുന്ന ലാൻഡ് ചെയ്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഞാൻ പ്രൊട്ടക്റ്റ്. ഓക്കെ ഇപ്പം ശരി. ലോഞ്ചിങ് പേര് അങ്ങനെ ഫിറ്റാക്കുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ഡൺ. നമുക്ക് യൂട്ടിലിറ്റി വെക്കാം. ഇതൊന്നും സംഭവം ഞാൻ മറന്നു അതിൻ്റെ യൂസ്. നമുക്ക് ഇത് കൺട്രോളർ പോലത്തെ സാധനം കോഡ് കിട്ടുന്നില്ല ഇതിനെക്കുറിച്ച്. ഓക്കെ ഒരു റോക്കറ്റ് എഞ്ചിനും 2 സ്മോൾ എഞ്ചിനും. സ്മോൾ എഞ്ചിൻ പോരാ, ലാർജ് എഞ്ചിൻ വെക്കാം. കുറച്ച് ലാർജ്, മീഡിയം ലാർജ് ആയിട്ടുള്ള എഞ്ചിൻ. അവിടെ ഞാൻ ടാങ്ക് പോയി ഗെയിമിലെടുത്ത്. അവിടെ ടാങ്ക് അവിടെ വെച്ച. ഓക്കെ ഇതെന്തായിട്ടോ ഇവിടെ ഇങ്ങനെ വെക്കാം അല്ലേ? ഇങ്ങനെ വെച്ചാൽ നമുക്ക് റോക്കറ്റിൻ്റെ ലുക്ക് വരും. പക്ഷെ ഇതിനിപ്പോൾ തലവുത്തിനല്ല കിട്ടാൻ. ഇതിന് മുകളിൽ കൊള്ളി വെച്ചിട്ടില്ല. മറ്റേ കൊള്ളിയല്ല, മറ്റേ ഈ സാധനം മായപ്പോയി. കൊള്ളിയല്ല. ഓക്കെ സാധനം ഇതെന്താ ഐറ്റം? ഇതൊക്കെ ആയിരുന്നു. ഇവിടെ ടാങ്ക് എടുത്ത് കളഞ്ഞ. ഓ ഷിറ്റ്. ഏണിയൊന്നും നമുക്കറിയില്ല. അത് ഏണി അതിലേക്ക് തന്നെ പോയിക്കോ. ലോഞ്ച് ചെയ്യാം ഗൈസ്. ഫുൾ ടാങ്ക് അടി. ലോഞ്ചിങ് അതെ ലോഞ്ച് ചെയ്യാം. ഇതിൻ്റെ ആ സാധനത്തിൻ്റെ എവിടെയാണ് സാധനം? അത് വീണ്ടും പൊട്ടി. ഇതിന് മുകളിൽ കൺട്രോളർ അല്ലേ അങ്ങനെ പറക്കോ? പിന്നെ നമുക്ക് നമ്മുടെ കൺട്രോളർ ഇല്ല. ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട് ഗൈസ്. ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ കൺട്രോളർ മാറ്റി പാരഷൂട്ടിൻ്റെ ഇടയ്ക്കായിരുന്നു നമ്മൾ വെച്ച കൺട്രോളർ. അതുകൊണ്ട് ചെറിയ പ്രശ്നം. ചിങ്ങനെ മറ്റോ കൺട്രോളർ വെക്കാം. ഇത് ഇതിനെ കൊണ്ട് യൂസ് ചെയ്യണം. അത് ഇറങ്ങിയേക്കാം. ഹീറ്റ് റെസിസ്റ്റൻസ് ആയിട്ടാണത്. അത് എടുക്കട്ടെ. നിങ്ങൾ എവിടെ വെക്കുന്നത്? ഇത് എവിടെ വെക്കുന്ന? അകത്തേക്കൊരു വലിയ ടാങ്ക് ആവുമോ ഇത്? स्टार्टिंग ओके लॉन्च ചെയ്യാം നമുക്ക്. ലെറ്റ്സ് ഗോ ടു ലോഞ്ച് हमारा റോക്കറ്റ്. നമുക്ക് അത് ബൂസ്റ്റ് കുറക്കാം. ബൂസ്റ്റ് ഫുള്ള് കുറക്ക്. ഇത് അത് എൻജിനെല്ലാം ഓണാക്കുക. ടേൺ ഓൺ എൻജിൻസ് കിട്ടോ. ഇതൊക്കെ ഇത് വെച്ചിട്ട് ലെറ്റ്സ് ഗോ ഗെയിം. അല്ല റോക്കറ്റ് അനങ്ങുന്നില്ല. സ്റ്റേബിലിറ്റി സാധനം അവിടെ ഇത് പറക്കുന്നില്ലടാ. ഇതിൽ ഫ്യൂവൽ ഓക്കെയാണ്. ഇവിടെ ഫ്യൂവൽ പോന്നിട്ടൊന്ന് വേ പറക്കടൊന്ന്. ഞാൻ ഈ കുഞ്ഞെഞ്ചിൻ വെക്കണ്ടായിരുന്നു. ഒന്ന് പറക്കട പ്ലീസ്. എന്താടി ഇങ്ങനെയാവും നീയല്ലോ. ഇതൊരവസ്ഥ നോക്കി. നമുക്ക് വലിയ ലാർജ് എഞ്ചിൻ വെച്ചിട്ട് വരാം. എന്തൊരു വീഡിയോ ആയിപ്പോയല്ലേ ഗൈസ്.
അപ്പൊക്കെ പോയി ഞാൻ ഒരിക്കൽ പറഞ്ഞൊരു റോക്കറ്റ് വെച്ചിട്ട് ഇത് കാണാൻ റോക്കറ്റിന് ബൂസ്റ്റർ ബൂസ്റ്റർ ലാർജ് എഞ്ചിൻ വെക്ക്. എൻ്റെ പേരെന്നാ ഈ സാധനം യൂട്ടിലിറ്റി എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല. ലോഞ്ച് ചെയ്യാം. എഞ്ചിൻ മാറ്റിയിട്ടുണ്ട്. ഇപ്രാവശ്യം പറക്കും ഉറപ്പാണ്. ഇപ്രാവശ്യം പറക്കും എനിക്ക് ഉറപ്പുണ്ട്. ഓട്ടോ എഞ്ചിൻ ഓണാക്കും. ഇവിടെ ഇതൊന്നും മുകളിലേക്ക് പോകുന്നില്ലടാ. അത് എന്താ പറ്റിയേ മുകളിലേക്ക് പോകത്തെ? ഇത് അനങ്ങുന്നില്ല. എന്തോ പ്രശ്നം. നമുക്ക് ചേർച്ചിടാ അതിലേക്ക്. ഏതാ വൈബ്? എടാ അത് പറന്നുപോയി. എൻ്റെ റോക്കറ്റ് പോകുന്നില്ല. ബിൽഡ് നമുക്കൊന്നും കൂടി പോവാം ഗൈസ്. ഞാൻ ഈ റോക്കറ്റ് ഒന്ന് ആക്കാൻ വെക്കുന്ന സബ്സ്ക്രൈബിലേക്കും ചെയ്യും. ഓക്കെ ഇതോടെ വെച്ചിട്ട് യൂട്ടിലിറ്റി ഇതെടുത്ത് മാറ്റിയേക്കാം. ഇതിൻ്റെ എന്തോ പ്രശ്നമാണെന്നൊക്കെ തോന്നുന്നത്. പിന്നെ ഈ സാധനത്തിൻ്റെ യൂസ് എന്തോ ഇതിലുണ്ട്. ഈ രണ്ട് ഫ്യൂവലിൻ്റെ ടാങ്കുമായിട്ട് ഈ സാധനം ഇവിടെ വെക്കുക. ഈ സാധനത്തിൻ്റെ യൂസ് ഒന്നും അറിയില്ല. ഇതൊക്കെ എടുക്കട്ടെ. ഇഷ്ടം കുറച്ച് എൻജിൻസ് ഫിറ്റ് ആക്കിയാലോ നമുക്ക്. ഇവിടെ കുഞ്ഞ് ടാങ്ക്സ് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ എൻജിൻ ഫിറ്റാക്കുക. കുഞ്ഞ് ടാങ്ക് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ എൻജിൻ ഫിറ്റാക്കാനുള്ള സ്മൂത്ത് സ്പൂം ഒരു എൻജിനും കൂടി ഫിറ്റാക്കാൻ നമുക്ക്. ഈ സൈഡ് ഒന്നും കൂടി ഫിറ്റാവില്ല. എന്തിനാണ് ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് അതൊന്നൊരു എഞ്ചിന് കിട്ടാൻ കൂടി ഐ തിങ്ക് എനിക്ക് തോന്നുന്നു. ഈ ഞമ്മളൊന്നും വെക്കണ്ട. ഇനി ലോഞ്ച് ചെയ്ത് നോക്കാം. നമുക്കൊരിക്കൽ ലോഞ്ച് ചെയ്യാൻ ഇത് എന്നിട്ട് മാറ്റി ഞങ്ങൾക്ക് പ്രാന്താവും. ഒരു സ്ക്രീൻ നോർമൽ സൈസിൽ വരും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ കാണൂല സ്ക്രീൻ. 1 2 ടേൺ ഓൺ സ്വിച്ച് 3 4 5 ബൂം. അവസാനമായിട്ട് നമ്മളെ സ്ഥലം പറന്ന് കിട്ടി. ഫോൺ വിളിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് സ്റ്റേബിലിറ്റി ഇല്ലേ? ഹലോ അമ്മ പൊടിക്കോന്ന്. ഞാൻ അമ്മയോട് വിളിക്കാൻ പറയാം. ഓക്കെ കട്ടാക്ക്. 5 km/h എഞ്ചിൻ. ബ്രോസ് സ്പീഡിലാണ് പോകുന്ന നോക്കിയത്. നമുക്ക് ഈ റോക്കറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയൂതാ. നമുക്കിത് ഈ സ്പീഡ് താഴേക്ക് പോവാം. ചെറിയൊരു ടെക്നിക്ക് വെറുതെ ഒന്നുമില്ല, വെറുതെ ഒരിത് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതേ സ്പീഡ് താഴേക്ക് ഒന്നും സംഭവിക്കുന്നു. ഡീസലൊക്കെ കഴിയാനാകുമ്പോൾ ഡീസൽ റോക്കറ്റ് ഫ്യൂവൽ കഴിയാനാകുമ്പോൾ നമുക്ക് താഴേക്ക് പോവാം. നമുക്ക് പോവാ താഴേക്ക്. എഞ്ചിൻ പൊട്ടുന്നവൻ്റെ അവിടെ ഫ്യൂവൽ പൊട്ടുന്നു. താഴേക്ക് പോ. അതിപ്പോൾ കൊടുത്തിരിക്കും ഫുള്ള്. ബ്രോ എത്ര സ്പീഡിലാണ് പോകുന്നവരാ. ഇതേ സ്പീഡിൽ സ്പേസും താഴേക്ക് വന്നതിൻ്റെ റോക്കറ്റ് കത്തോ ഇല്ലെന്ന് നോക്കാമല്ലോ. പക്ഷെ കത്താൻ എനിക്ക് ഉറപ്പാണ്. കാരണം ഒരുപാട് ബൂസ്റ്റും കിട്ടുന്നുണ്ട് ഇവിടെ. എഞ്ചിൻ്റെ സ്പീഡ് നോക്കാം.
ഒച്ച നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഞാൻ ഒച്ച കുറച്ചാൽ ഞാൻ ഓർമ്മയില്ലാണ്ട് ഇനി ബാക്കടിക്കാനും കഴിയില്ല, വീഡിയോ കട്ടാവാൻ നേരം. ഓക്കെ, താഴേക്ക് പോകണം. ഇന്നത്തെ വീഡിയോ അവസാനിക്കും. ഓക്കെ, സോറി ഗായ്സ്, ഫുൾ വീഡിയോ വരാൻ എത്തിയില്ല. ഫുൾ വീഡിയോ വരുന്നതായിരിക്കും. ഓ, ഹീറ്റാവുന്നു നോക്കിയേ. ഓ, അവിടെ ഓറ എഞ്ചിനോടിപ്പോയി. ഓടാ ഓടാ ഓടാ. ഓ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയാണ് തോന്നി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാനായിട്ട് ഫുൾ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യണേ.